പിന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തവണ പഴയ CPM പുതിയ അക്കൗണ്ട് തുറന്നേക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 1-2 സീറ്റുകളിലേക്ക് CPM ചിലപ്പോൾ ജയിച്ച് വന്നേക്കും. പിന്നെ CPM അടിത്തറ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി CPM യങ് ആയിട്ടുള്ള നേതാക്കന്മാരെ കേൾക്കാനായിട്ട് വലിയ തോതിൽ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ അവിടെ തെരഞ്ഞെടുപ്പല്ല കേട്ടോ യഥാർത്ഥത്തിൽ നടക്കുന്നത്, അവിടെ നടക്കുന്ന ഒരു യുദ്ധമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ വെസ്റ്റ് ബംഗാളിൽ മാത്രം നടക്കുന്ന ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, അവിടെ യുദ്ധമാണ്. അവിടെ കേന്ദ്രസേനയുടെയൊക്കെ സെക്യൂരിറ്റിയുള്ള സ്ഥാനാർത്ഥിനെ തന്നെ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇടികൊണ്ടിട്ട് പുള്ളി കണ്ടം വഴി ഓടുകയാണ് പുള്ളി. ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കണ്ടം വഴി ഓടുകയാണ് എങ്ങനെയെങ്കിലും. അപ്പോഴൊക്കെ ഓരോരുത്തരും ഓപ്പോസിറ്റ് വന്ന് തലക്കെട്ടൊക്കെ അടിച്ചിട്ട് പോവുകയാണ്. അപ്പൊ അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തിരിച്ച് മമതാ ബാനർജിയുടെ ആളുകളും ചെറുതായിട്ടൊക്കെ അടി കൊണ്ടിട്ടുണ്ട്. പക്ഷെ വലിയ അടി കൊള്ളുന്നതും ചിലർക്ക് പ്രചരണത്തിനൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ബംഗാളിൽ ഉള്ളത്. പിന്നെ അതിൽ തന്നെ ഈ വോട്ട് വെട്ടി മാറ്റിയതിൽ 34% മുസ്ലിങ്ങളാണ്, 64% ഹിന്ദുക്കളാണ്. അപ്പൊ അതൊക്കെ തന്നെ എങ്ങനെ സംഭവിക്കും, എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 27 മുതൽ ഏതാണ്ട് 30% വരെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് മമതക്ക് കിട്ടാനാണ് സാധ്യത. അത് 90 മണ്ഡലങ്ങളിൽ മുസ്ലിം ഏതാണ്ട് 100 മണ്ഡലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. 100 മണ്ഡലങ്ങളിൽ 90 മിനിമം ഏറ്റവും കുറഞ്ഞ 100 മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം അവർക്കുണ്ട്. അവരാണ് ഡിസീവ് ആയിട്ടുള്ള ഫാക്ടർ. പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യാൻ എല്ലാ പണി തവണ എടുത്തിട്ടുണ്ട്. ഹുമയൂൺ കബീർ ഉണ്ട്, ഹുമയൂൺ കബീറിന്റെ പുതിയ പാർട്ടി ഉണ്ട്, ബാബറി മസ്ജിദ് പണിയാൻ പോണ ഹുമയൂൺ ഉണ്ട്, പിന്നെ നമ്മുടെ മജ്ലിസ് ഒവൈസി ഉണ്ട്, അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി ഉണ്ട്. ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് അവർ മാക്സിമം പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അപ്പുറത്ത് മമത ആയതുകൊണ്ട് കുറച്ച് ടഫായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. കാരണം മമത എന്ന് പറയുന്നത് എൻറ്റയർലി വേറൊരു ഡിഫറെന്റ് നേച്ചറുള്ള ഒരാളാണ്. നമ്മള് മമതാ ദീദി എന്നൊക്കെ പറയുന്നത് മറ്റേ ബംഗാൾ ടൈഗർ എന്നൊക്കെ നമ്മൾ വെറുതെ വിളിക്കുന്നത്. മമതയെ പരാജയപ്പെടുത്തിയതാണല്ലോ. അല്ല, സുവേന്ദു അധികാരിക്ക് വേണമെങ്കിൽ ഇത്തവണയും ചിലപ്പോൾ മമതയെ ആ ഒരു സീറ്റിൽ നിന്ന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ആ ഒരു സീറ്റിൽ നിന്നൊക്കെ പരാജയപ്പെടുത്താൻ അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി എവിടെ നിന്ന് KT ജലീൽ പരാജയപ്പെടുത്തില്ല. പക്ഷെ എന്നും പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇല്ലാതാകുമെന്ന് നമ്മൾ വിചാരിച്ചുള്ളൂ. അതൊരു പ്രത്യേക അദ്ദേഹം പോലെയല്ലോ, ഇദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ്. അല്ല, അദ്ദേഹം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ്. പക്ഷെ 2 സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്. പുള്ളി ഒരു സ്ഥലത്തല്ല മത്സരിക്കുന്നത്. കാരണം പുള്ളിക്കറിയാം ഇവിടെ എന്ത് ചെയ്യുമെന്ന്, ചിലപ്പോൾ പറ്റുമെന്ന്. ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് മമതയെ സംബന്ധിച്ചോളം മമത ഇപ്പൊ ഒരു സ്ഥലത്ത് പരാജയപ്പെടുകയോ ഇല്ല എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ച് വലിയ വിഷയമല്ല. അവരെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് അവർ ഇത് ടോട്ടലായിട്ടാണ് കാണുന്നത്.